നമസ്തേ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ചക്കിരിമാല ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തന്നിരുന്നു. തുടക്കം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ മാല ഇന്നലെ ഞാൻ ചെയ്തത് ഇത്രയും പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ലോക്കറ്റ് എനിക്ക് അത്ര ഒരു തൃപ്തി ആയിട്ടില്ല. അതിലൊരു ദേവീൻ്റെ ഒരു ഇതുള്ളത് ഒരു ഭംഗി കൂട്ടിയിട്ടുണ്ട്. ലോക്കറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ്, ഇത്ര വരെ എത്തിയിട്ടുണ്ട്. അതിന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പൂർത്തിയാക്കും. എന്നാലും ഞാൻ ചില മനസ്സിലാകാത്ത ആളുകൾക്ക് ഒന്നുകൂടി വിശദമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ മാലകൾക്കാണ് ചക്കിരിമാല. ഇങ്ങനത്തെ പല ഡിസൈനുകളുണ്ടാവും. ആദ്യത്തെ ഡിസൈനാണ് കാണിക്കുന്നത്. ഈ മുത്ത് നമുക്ക് വേറെ പല കളേഴ്സിലും ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ മാല. പൂർത്തിയാക്കിയാൽ നമുക്ക് നല്ലോണം മനസ്സിലാകും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു ലെയർ നൂലിൽ നമ്മൾ കുറച്ചധികം കോർത്ത് ഇതേപോലെ വെച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനാണ് ഞാൻ ഒന്നിൽ ഇങ്ങനെ കോർത്ത് വെച്ചത്. അതിൽ തെറ്റിപ്പോകരുത്. ഒന്നിടവിട്ട് ആ ചക്കിരി വരണം. ആ ചക്കിരി വരുന്നതിൽ എന്തെങ്കിലും അപാകത ഒന്ന് മാറിപ്പോയാൽ മാലേൻ്റെ ഭംഗി കുറയും. അതേപോലെ ഈ ചക്കിരി തന്നെ നല്ലോണം എല്ലാം നല്ലവണ്ണം എടുത്തിട്ട് ഓരോന്ന് വീതം എടുത്തിട്ട് ഡാമേജ് ഒന്നും ഇല്ലാത്തത് മാറ്റി വെക്കണം. ഒരു പണി ആദ്യം അതാണ്. വേറെ വേറെ ആക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ളത് നോക്കിയിട്ട് നമ്മൾ മാലയ്ക്ക് എടുത്ത് വെക്കണം. ചിലത് കഷ്ണം ഒരു വശമൊന്നും ഉണ്ടാവില്ല. അത് വെച്ചാൽ അഭംഗി ഉണ്ടാവും. മാലയിൽ എല്ലാം പണി പൂർത്തിയാക്കുമ്പോൾ അതിൽ കുറച്ചെന്തെങ്കിലും തകരാറുകൾ തോന്നും. അപ്പം എല്ലാം നല്ലത് കുറച്ച് പണി. അതേ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇത് ചക്കിരി വേറെ വേറെ ആക്കി അതിൻ്റെ അകത്തുനിന്ന് നല്ല ഷേപ്പിൽ നോക്കി, കാരണം ഇത് വളരെ ചെറിയൊരു സാധനമാണല്ലോ, വേറെ വേറെ ആക്കി അതൊക്കെ മാറ്റി വയ്പ്പിച്ചാൽ നമുക്ക് പണി കൂടുതൽ എളുപ്പമാകും. ഇപ്പോൾ എനിക്ക് കുട്ടികളും എല്ലാം വലിയ കുട്ടികളായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ നോക്കി അതുകൊണ്ട് എനിക്ക് സമയം കുറേ വേണം. ഇത് ചെയ്യുന്നവരോട് ആദ്യം തന്നെ പറയേണ്ടത് നല്ല ക്ഷമ വേണം. ക്ഷമ ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ക്ഷമ വേണം. ഈ നൂലുകളുണ്ടല്ലോ, 2 സൂചിയിലും ഡബിളിലാണല്ലോ എടുക്കുന്നത്. ആ നൂലുകൾ പരസ്പരം നമ്മൾ അശ്രദ്ധ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നീഡിലായി പോകരുത്, കുത്തിപ്പോകരുത്. അപ്പോൾ അത് പൊട്ടിപ്പോവാനും അല്ലെങ്കിൽ അത് പിന്നെ എന്താ പറയുക, അതെല്ലാം കൂടിയിട്ട് നോട്ട് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതെല്ലാം നല്ല പോലെ ശ്രദ്ധിച്ച് ക്ഷമയോടെ ചെയ്താൽ നല്ല വൃത്തിയുള്ള നല്ല മാല ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ വേണ്ട സാധനങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ നൂലാണ്, ഈ നൂലിൻ്റെ നൈലോൺ പോലത്തെ നൂലാണ്. ഇത് പൊട്ടൊന്നുമില്ല. നമ്മൾ 2 ലെയറിൽ എടുക്കുന്നുണ്ടല്ലോ. ഇത് സൂചി. ഈ സൂചിയിൽ കോർക്കണമെങ്കിൽ നല്ല കാഴ്ചശക്തി വേണം. കാണുന്നില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആ നൂലിൻ്റെ അറ്റത്ത് കുറച്ച് ഗമ്മ്, ഈ ഗമ്മ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെ പണിക്ക് ഓരോ മാല ഉണ്ടാക്കുമ്പോൾ ഈ ഗമ്മ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൂചിയിൽ കോർക്കുമ്പോൾ, നൂല് കോർക്കുമ്പോൾ ഗമ്മ് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നൂലിൻ്റെ അറ്റത്ത് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ടൊന്ന് ടൈറ്റാക്കി അതൊന്ന് പിന്നെ അത് നല്ല ഷാർപ്പായി നിൽക്കും. അപ്പോൾ കോർക്കാൻ എളുപ്പമാണ്. ഞാനിതേപോലെ സൂചിയിൽ കോർത്ത് വെക്കും. എനിക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ 2-3 സൂചികളിൽ ഇങ്ങനെ കോർത്തിട്ട്, ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇടാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒന്ന് ചുറ്റിയിട്ട് കെട്ടിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നീറ്റായി നിൽക്കും. അല്ലെങ്കിൽ പരസ്പരം കെട്ടുപിണഞ്ഞ് പോകും. അപ്പം അത് ഈ ചക്കിരിയാണല്ലോ മെയിൻ. ഇതിൻ്റെ പേര് ചക്കിരി എന്ന. പേര് കേൾക്കാൻ ഒരു ഭംഗിയില്ല. ചക്കിരി എന്നാണ് ഇതിന് പറയാറ്. അപ്പം ഞാനും അതാണ് ചക്കിരി എന്ന് പറയുന്നത്. ഫോണൊന്ന് ഇവിടെ വെക്കട്ടെ, എന്നാലും എനിക്ക് കാണിച്ചു തരാം. ചക്കിരി, ഈ ചക്കിരി ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ കാണിച്ചു തരാം. അഴിച്ചിട്ട് വേറെ വേറെ ആക്കി ഡാമേജുള്ള മാറ്റി നല്ലത് ഓരോന്ന് വീതം എടുത്ത് വെക്കണം. പിന്നെ നൂല് കാണിച്ചല്ലോ, സൂചി കാണിച്ചു. ഈ മുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ്, കറുപ്പാകാം, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ താല്പര്യമനുസരിച്ച് വൈറ്റും ക്രീമും ഒക്കെ ഉണ്ട് കിട്ടും. പിന്നെ വേറെ മാലയ്ക്ക് ഇങ്ങനത്തെ ഗോൾഡൻ ബീഡ്സും കിട്ടും. അത് നമുക്ക് വേറെ ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരു ആയുധം വേണം. എന്നുവെച്ചാൽ ചെറിയ ആയുധം എന്ന് ഞാൻ പറയുകയാണ്. ഒരു പ്ലെയർ പോലത്തെ ഒരു ഇത് നമുക്ക് മുറുക്കി ഇതാക്കാനും ടൈറ്റാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനും പലതിനും ആവശ്യമാണിത്.
പിന്നെ ഇതേപോലത്തെ ലോക്കറ്റുകൾ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. അതൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ കാണിച്ചു തരാം. കോഴിക്കോട് ഒരു പാളയത്തുള്ള ഒരു ജനത എന്ന് പറഞ്ഞാൽ അവർ കൊറിയറിൽ അയച്ചു തരുകയും ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കൊളുത്തുകൾ ഇതാ കണ്ണികളും കൊളുത്തുകളും, അതിലാണ് നമ്മൾ മാലയുടെ പണി തുടങ്ങുമ്പോൾ ആദ്യം തന്നെ തുടക്കം നമ്മൾ ഇതിലാണ്. ഈ കുളത്തും ഇതുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളെ കാര്യമായിട്ട് വേണ്ടൂ. അപ്പം ഞാൻ ഇന്നലെ ഈ മാലയുടെ നമ്മളെ മാല എത്ര ലെങ്ത്താണ് വേണ്ടതെന്ന് നമുക്കൊരു ഉദ്ദേശം, അവരവർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഉദ്ദേശം എടുത്തിട്ട് അതിൻ്റെ പകുതി ലെങ്ത് ആവുമ്പോൾ നമ്മൾ ഇത് പിടിപ്പിക്കണം, ലോക്കറ്റ് പിടിപ്പിക്കണം. ലോക്കറ്റ് ഞാൻ ഇതേപോലെ പിടിപ്പിച്ചു. അവിടെ ഈ സൈഡിൽ ടൈറ്റാക്കി, അതുവരെ ഉള്ളത് മുഴുവൻ ഇവിടെ വരെ ടൈറ്റാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ടൈറ്റാക്കി കെട്ടുക. എന്നിട്ട് അവിടെ കുറച്ച് ഗമ്മാക്കിയിട്ട് ബാക്കി കുറച്ച് ഇങ്ങനെ ചെയ്തിട്ട് പിന്നീട് നമ്മൾ മറ്റേ സൈഡിലേക്കുള്ള പണി തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ മറ്റേ സൈഡിലേക്കുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ ഇട്ട് തരാം. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലാവാത്തവർ എൻ്റെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ അഭിപ്രായത്തിലോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വ്യക്തമായി പറയാം. ഇനിയും പല ഡിസൈനുകളും ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, താങ്ക്സ്.